ഹലോ ഗായ്സ്, ഞാൻ കുറേ നാൾക്ക് ശേഷം തിരുമ്പി വന്നച്ച് എക്സാമൊക്കെ ആയിരുന്നു. അത് കാരണം പിന്നെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഈ നിൽക്കുന്നത് വേറെ ഒന്നുമില്ല, കറണ്ട് പോയിട്ട് നല്ല ചൂടെടുത്ത് കാറ്റ് കൊള്ളാൻ നിൽക്കുന്നതാണ്. അതും നട്ടപ്പാതിര 1:30 സമയത്ത്. അങ്ങനെ നമ്മളിത് രാവിലെയൊക്കെ നേരത്തെ എണീറ്റ് നമ്മളിന്ന് വീട്ടിൽ പോവാണ്. നമുക്കിനി 2 മാസം വെക്കേഷനല്ല, ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ പോണേൻ്റെ ഒരു ഇതാണ്, പാക്കിങ്ങാണ് കാണുന്നത്. അങ്ങനെ നമ്മളിത് എല്ലാം പാക്ക് ചെയ്തു. കുറേ ലഗേജ് ഉണ്ടായിരുന്നു, നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ കുറച്ച് നേരം റൂമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്ന്. എന്താണെന്നറിയില്ല, പോരുമ്പോൾ എന്തോ ഭയങ്കര വിഷമമായി. ഇനി 2 മാസത്തേക്കില്ലല്ലോ കളിയും ചിരിയും രാത്രിയുള്ള കുശുമ്പ് പറച്ചിലും അതൊക്കെ ഒന്നും ഇല്ല എന്നൊരിത്. അങ്ങനെ നമ്മളിതേ റൂമിനോട് ബായൊക്കെ ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിൽ നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മളുടെ വിശ്വാസം കാരണം എല്ലാവരെയും വീട്ടിലോട്ട് വിളിച്ചാൽ മാത്രമേ നമ്മളെ ഹോസ്റ്റലിൽ നിന്ന് വിടത്തുള്ളൂ. അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ബാഗൊക്കെ എടുത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിന്ന് ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആലുവയ്ക്ക് ഇതേ കെ എസ് ആർ ടി സി ഒക്കെ കയറി നമ്മൾ ബസ്സിലിരുന്ന് ഉറങ്ങിയതിൻ്റെപ്പോഴേക്കും നമ്മളിതേ ആലുവ എത്തി. നമ്മൾ ആ സ്റ്റെപ്പുമ്മ കിടന്ന് ബാഗ് പൊക്കാൻ വയ്യാണ്ട് കിടന്ന് ഇതാക്കുമ്പോൾ ഒരു ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ അതേ കുറച്ച് നേരം എൻ്റെ ക്യൂട്ട്നെസ് വാരി വെതറായിരുന്നു. എൻ്റെ ക്യൂട്ട്നെസ്സിന് പുറമെ ഇതേ അവരുടെ ക്യൂട്ട്നെസ്സും കോപ്രായങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതേ നമ്മൾ കാത്തിരുന്ന് അവരുടെ ട്രെയിനൊക്കെ അവസാനം വന്നായിരുന്നു. പിന്നെ നമ്മളിതേ ട്രെയിനിലൊക്കെ കയറി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം ട്രെയിനിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫീലിംഗ് എല്ലാം ആസ്വദിച്ച്. അപ്പോഴേക്കും ഇത് ഇവൾക്ക് ഇറങ്ങാനായി, അവൾ ഇറങ്ങിപ്പോയി ഗൈസ്. അപ്പുറത്തെ സ്റ്റോപ്പിൽ എനിക്ക് ഇറങ്ങാനായി, ഞാനും ഇറങ്ങി. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാനായിട്ട് അച്ഛനൊക്കെ വന്നായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയായിരുന്നു, ഇനി 2 മാസം എന്നെ സഹിച്ചേ മതിയാവും. അങ്ങനെ നമ്മളിതേ വീട്ടിലൊക്കെ എത്തി. അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു, അതൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങി. പിന്നെ നൈറ്റായപ്പോൾ ഷേക്ക് കുടിച്ചായിരുന്നു, വേറെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ അത്രയുള്ളൂ, ബായ്.